കൂൺ അല്ലെങ്കിൽ മഷ്റൂം നിങ്ങൾ കഴിക്കണോ വേണ്ടേ? ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മഷ്റൂം കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്. വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. ആദ്യമായി മഷ്റൂം എന്താണെന്ന് പറയാം. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ മഷ്റൂം ഒരു വെജിറ്റബിൾ അല്ല, ഒരു ചെടിയല്ല. മഷ്റൂം ഒരു തരത്തിലുള്ള ഫംഗസ് ആണ്. പക്ഷേ ചെടികൾ വളരുന്നത് ഫ്രൂട്ട്സിൽ വരുന്ന സീഡ്സ് പോലെ തന്നെ മഷ്റൂം വിത്തിന് പകരം പലതരത്തിലുള്ള മില്യൺസ് ഓഫ് സ്പോർസ് ആണ് റിലീസ് ചെയ്യുന്നത് അതിൻ്റെ കുടയുടെ അടിഭാഗത്തു നിന്ന്. ഇങ്ങനെ ഒരു മഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്പോർസ് എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെയൊക്കെ മഷ്റൂമിന് വളരാൻ സാധിക്കും. അത് മണ്ണിൻ്റെ മുകളിലാവാം, മറ്റ് ചെടികളുടെ മുകളിലാവാം. നമ്മൾ മഷ്റൂം കഴിക്കാൻ തുടങ്ങിയിട്ട് 1000-ലും കൂടുതൽ വർഷങ്ങളായി. വെറും ഒരു ഭക്ഷണത്തിനേക്കാളും ഉപരി മഷ്റൂമിന് പലതരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് കുറേ വർഷങ്ങളായി. മീറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞ അമിനോ ആസിഡ് കാരണമാണ്. അതേപോലത്തെ അമിനോ ആസിഡ്സ് മഷ്റൂമിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറച്ചിക്ക് പകരമായിട്ട് പലതരത്തിലുള്ള റെസിപ്പീസിൽ നമ്മൾ മഷ്റൂം ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് പോലും ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, ഇതിൽ പലതരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഇങ്ങനെ പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും മഷ്റൂമിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മഷ്റൂം എന്ന് പറയുന്നത് ഒരു ജനറൽ ടേമാണ്. ലക്ഷക്കണക്കിന് തരത്തിലുള്ള മഷ്റൂംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, അതായത് എഡിബിൾ ആയിട്ടുള്ള മഷ്റൂം ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില മഷ്റൂംസിൻ്റെ പേരാണ്. ഒന്ന് ക്രെമിനി മഷ്റൂം, രണ്ടാമത്തത് പോർട്ടോബെല്ലോ, മറ്റൊന്നാണ് ഓയിസ്റ്റർ മഷ്റൂംസ്. കൂൺ കൃഷി നമ്മൾക്ക് ഓരോരുത്തർക്കും വീട്ടിൽ പോലും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പലതരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാം. ഇനി നിങ്ങൾക്ക് കൃഷിയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മഷ്റൂംസ് എല്ലാ തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആയിരിക്കും. എന്തൊക്കെയാണ് മഷ്റൂമിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഷ്റൂംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ്. പലതരത്തിലുള്ള മഷ്റൂമിലും അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കപ്പ് മഷ്റൂമിലും 2.3 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി മഷ്റൂം കൃഷി ചെയ്യുന്ന സമയത്ത് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മഷ്റൂമിൽ വൈറ്റമിൻ ഡിയുടെ അളവും കൂടുതലുണ്ടാകും. സിങ്ക്, സെലീനിയം പോലത്തെ പലതരത്തിലുള്ള ഇസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസും മഷ്റൂമിൽ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യത്തിൻ്റെ അളവ് അധിക മഷ്റൂംസിലും കൂടുതലാണ്. അതുപോലെ തന്നെയാണ് മെഗ്നീഷ്യം. നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും 50 ഗ്രാമിൻ്റെ അടുത്ത് മഷ്റൂംസ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഒന്നും പിന്നെ കഴിക്കണ്ട. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് പൊട്ടാഷ്യം നല്ലതാണ്. ഇതിനു മുമ്പേയുള്ള വീഡിയോസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഷ്റൂംസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. കാൻഡ് മഷ്റൂമിൽ മാത്രമേ സോഡിയത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വരുന്നുള്ളൂ. ഈ കാൻഡ് മഷ്റൂം കൂടുതൽ കാലം പ്രിസർവ് ചെയ്യാൻ വേണ്ടി അതിൽ ആഡ് ചെയ്യുന്ന സോഡിയം കാരണമാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന അധിക മഷ്റൂംസിലും സോഡിയത്തിൻ്റെ അളവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഉയർന്ന ബ്ലഡ് പ്രഷറുള്ളവർക്ക് മഷ്റൂംസ് നിങ്ങളുടെ ഡയറ്റിൻ്റെ പാർട്ടാക്കുന്നത് വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്ന സിങ്കിനും വൈറ്റമിൻ B6 ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എക്സസീവ് ആയിട്ടുള്ള അമിതമായിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തിയിട്ട് പല തരത്തിലുള്ള രോഗങ്ങൾ പോലും മഷ്റൂംസ് കഴിക്കുന്നവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവും കുറവാണ്. ഏകദേശം 3 ഗ്രാമിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. ഇതിൽ കൂടുതലും പോളിസാക്കറൈഡ്സ് ആണ്. പോരാത്തതിന് ഫൈബറിൻ്റെ അളവും 2.5 ഗ്രാമിൻ്റെ അടുത്ത് വരും. ഫാറ്റിൻ്റെ അളവ് 0.5 ഗ്രാമിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് ഭൂരിഭാഗവും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അതായത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ മഷ്റൂംസ് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സ്റ്റഡീസിൽ പറയുന്നത് മഷ്റൂം സ്ഥിരമായും റെഗുലറായും കഴിക്കുന്നവർക്ക് സീരിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് അൽസൈമേഴ്സ് ഡിസീസ്, ചില തരത്തിലുള്ള ക്യാൻസർ, പ്രത്യേകിച്ചും കോളൺ ക്യാൻസർ, പ്രമേഹം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടേബിൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മഷ്റൂംസിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും അതിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സും വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി എങ്ങനെയാണ് മഷ്റൂം കഴിക്കേണ്ടതെന്നും കൂടി പറയാം. നിങ്ങൾ മഷ്റൂം വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അധിക മഷ്റൂംസും ഷോർട്ട് എക്സ്പയറി ആണ്. 5 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മഷ്റൂംസൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിന് മുമ്പേ ഡേറ്റ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മഷ്റൂംസ് കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും ഉണ്ടാവാം. പല രീതിയിൽ മഷ്റൂംസ് നമുക്ക് കുക്ക് ചെയ്യാം. സോട്ടേ ചെയ്യാം, സിമ്മർ ചെയ്യാം,
ബോയിൽ ചെയ്തിട്ട് കഴിക്കാം, കറി ഉണ്ടാക്കാവുന്നതാണ്. അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ സ്കിന്ന് കളയണോ വേണ്ടേ എന്നുള്ളത്. കളയുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കുറച്ച് സമയം എടുത്താലേ ഇതിൻ്റെ സ്കിന്ന് കളയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഏത് തരത്തിലുള്ള മഷ്റൂം റെസിപ്പിയാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും മഷ്റൂം തറവായിട്ട് വൃത്തിക്ക് വാഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വെറൈറ്റി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് പറ്റിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മഷ്റൂം എന്ന് പറയുന്നത്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ 1 കപ്പ് മഷ്റൂം ഓരോ ദിവസം വീതം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മഷ്റൂമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മഷ്റൂംസിനെ കുറിച്ച് മാത്രമല്ല പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചും വെജിറ്റബിൾസിനെ കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചും നമ്മളുടെ കിച്ചണിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളും ഒഴിവാക്കേണ്ട സാധനങ്ങളെക്കുറിച്ചും ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.